അപ്പു മോനിപ്പോ സ്കൂളിലൊക്കെ പോകുന്നില്ലേ? ആ, സ്കൂളിൽ പോകുന്നുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മോന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ മിടുക്കനായി. നന്നായി. ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? നമസ്കാരം. സോന്തനെ മോളെ ചായ എടുക്ക് പെട്ടെന്ന്. വന്ന കാലത്ത് തന്നെ നിൽക്കാതെ ഇരിക്കണം. ഇരുന്നാട്ടെ. ഒരേ അപ്പു സോന്തനെ. സുഖം. അച്ഛനും അമ്മയും വരുന്നു, ഫോൺ വിളിച്ചിരുന്നു, അമ്മ ഉണ്ടാക്കി എന്തൊക്കെയോ പലഹാരങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഇവിടെ വലിയ സന്തോഷത്തിലായിരുന്നു. അങ്ങനെയൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങളാ. അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങൾ കഴിക്കാൻ വലിയ കൊതിയായിന്നാ ശ്യാമ പറഞ്ഞേ. അപ്പൊ ഇരിയടാ. ഇല്ല, ഞാൻ ശ്യാമേച്ചിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്നാ ശരി, ചെല്ല്. നിന്റെ ശ്യാമേച്ചിയുടെ അടുത്തേക്ക് ചെല്ല്. ശ്യാമ വീട്ടിലുള്ളപ്പം എപ്പോഴും മോടെ പിന്നാലെ തന്നെയാ. അവന്റെ സ്നേഹമുള്ള ചേച്ചിയല്ലേ, അത് മോന് കിട്ടുന്ന ഭാഗ്യം. ശ്യാമ പറഞ്ഞത് ശരിയാ. ഈ പലഹാരങ്ങൾ കാണുമ്പോ കുട്ടിക്കാലം ഓർമ്മ വരിക അല്ലേ വസു? ശരിയാ. ആദ്യം ശ്യാമ കഴിക്കണം. എടുത്തു കൊടുത്തോളൂ. അത് അതാ വേണ്ടത്, കൊടുത്തോളൂ. മോക്ക് എടുത്തു കൊടുക്ക് ദേവകി. ആ, ഐശ്വര്യ എത്തിയല്ലോ. ആ, പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ശ്യാമയെ പോലെ തന്നെ ഐശ്വര്യം പ്രഗ്നന്റാ. ഈ വീട്ടിൽ ഒരേ സമയം 2 കുഞ്ഞുങ്ങളാ ഓടിച്ചാടി കളിക്കാൻ പോന്നെ. അപ്പൊ മോള് വരും, ഇത് കഴിക്കാം. ഐശ്വര്യ വാ, ശ്യാമയെ ഐശ്വര്യ ഇത് കഴിക്കണം. വെറുതെ എന്നെ നിർബന്ധിക്കില്ലേ അമ്മേ, ഇതൊന്നും എനിക്ക് ശരിയാവില്ല. മോളെ, ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പലഹാരമാണ്. ഇതിലൊരു മായവും ഇല്ല. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയതാ. ധൈര്യമായിട്ട് കഴിക്കാം. പരിശുദ്ധമായ വെളിച്ചെണ്ണയില്ല, പക്ഷേ ഈ പലഹാരം എടുത്ത കൈകൊണ്ട് തന്നെയല്ലേ ഇതുണ്ടാക്കിയത്. ഇത് കഴിച്ചാലേ അപ്പൊ വൊമിറ്റ് ചെയ്യും. അല്ല, സോറി, ഇത്തരം ചീപ്പ് ഫുഡൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല, അതാ.